ഇത് ലൂവ്ർ മ്യൂസിയത്തിൻ്റെ താഴെ ഭാഗമായിട്ട് നമ്മളിവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒത്തിരി ഇതുപോലെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന ഒരു പോർഷൻ്റെ ബാക്കിയായിട്ടോ ഇത്. പണ്ടത്തെ കാലത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഒരു ഏരിയയിൽ, ഈ താഴെയുള്ള ഏരിയയിൽ വെള്ളം നിറച്ചിട്ടായിരുന്നു അവർ പണ്ട് ഈ പ്ലേസ് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ശത്രുക്കളിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പോർഷൻ ഇപ്പോഴും അവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഫുള്ള് വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വഴിയാട്ടോ നമ്മൾ താഴത്തോട്ട് ഇറങ്ങിപ്പോയത്. താഴത്തെ ഭാഗത്തിൽ സൈഡിലോട്ട് അവിടെ ഒത്തിരി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേൽഭാഗം മാത്രമല്ല, നമുക്ക് താഴത്തും ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ വിസിറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ നമുക്ക് പെയ്ഡാണ്, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. എല്ലാ മന്തിലും ഫസ്റ്റ് ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു, അത് ഫ്രീ ആണ്. അതും നമ്മൾ ഓൺലൈനിൽ തന്നെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടാവണം. അതും നമ്മൾ 2-3 മാസമൊക്കെ മുന്നേ നോക്കിയാലേ അത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. പിന്നെ പണ്ട് ഒളിമ്പിക്സിൻ്റെ ഇതിന് വേണ്ടി വെച്ചിരുന്ന ഹോട്ട് എയർ ബലൂൺ ഇവിടെ ഉണ്ട്. നമ്മൾ ലൂവ്ർ മ്യൂസിയത്തിന് നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഇത്. അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ കാണുന്നത് ഇവിടെ കാർണിവൽ ഉണ്ട് കേട്ടോ, എൻ്റെ റൈറ്റ് സൈഡിലായിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി റൈഡ്സും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. നമുക്ക് അങ്ങോട്ടും പോവാം. ഇതുവഴി തന്നെ നേരെ നടന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് പോയാൽ മതി. ഇവിടെ ഒരു പാർക്കും ഉണ്ട്, പബ്ലിക് പാർക്കും ഉണ്ട്. അതുകൂടാതെ ഇതുമുണ്ട്. ഇവിടെയൊക്കെ ഇതെല്ലാ റൈഡിനും നമുക്ക് പെയ്ഡാണ്. ഓരോ റൈഡിൽ കയറണമെങ്കിൽ മിനിമം €6 ഒക്കെയാണ് മിനിമം വരുന്നത്. അത് മേളിലോട്ട് പോകും. ഫുഡ് ഐറ്റംസും എല്ലാം അവിടെ തന്നെയുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ ചെയ്യാം. കുറേ കുട്ടികൾക്കൊക്കെ പോകുകയാണെങ്കിൽ എന്തായാലും ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ.